2006 മെയ് 26 അന്ന് വൈകുന്നേരം ഗൃഹനാഥനായ ജനാർദ്ദനൻ നായർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. സമയം 6 മണിയോടടുക്കുന്നു. ചെങ്ങന്നൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായിരുന്നു പുല്ലാട് വടക്കേ കവല വടക്കേ ചട്ടുകുളത്ത് CR ജനാർദ്ദനൻ നായർ. വീട്ടിൽ യാതൊരു അനക്കവുമില്ല. ഭാര്യ രമാദേവിയെ അവിടെയെങ്ങും കാണാനുമില്ല. വാതിലുകളെല്ലാം അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. അയാൾ അഴികൾക്കിടയിലൂടെ പ്രത്യേക രീതിയിൽ കൈയിട്ട് മുൻവാതിലിലെ കൊളുത്ത് നീക്കി അകത്തേക്ക് കയറി. ആകെ ഒരു നിശബ്ദത. അയാൾ ഊണുമുറിയിലേക്ക് കയറിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഊണുമുറിയിൽ നിലത്ത് ഭാര്യ രമാദേവി കഴുത്തിൽ വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അയാൾ പുറത്തിറങ്ങി അയൽക്കാരെ വിളിച്ചുകൂട്ടി. അയൽക്കാർ ഓടിക്കൂടി. അവർ വന്നപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ഇതിനിടയിൽ നാട്ടുകാരിൽ ആരോ പോലീസിനെ വിളിച്ചറിയിച്ചു. കോയിപ്പുറം പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ജനാർദ്ദനൻ നായരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം രമാദേവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. കൊടുവാൾ പോലെയുള്ള എന്തോ ഒരു ആയുധം കൊണ്ടാണ് കൊല നടത്തിയത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ആരാണ് കൊലയാളി? ഇതായിരുന്നു പോലീസിനെ കുഴക്കിയത്. കൊല നടന്ന വീടിൻ്റെ അടുത്ത് മറ്റൊരു വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല. കൊലപാതകം നടന്ന വീടിൻ്റെ തൊട്ടടുത്ത് തമിഴ്നാട്ടുകാരനായ ചുടലമുത്തു എന്നൊരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അയാളെയാകട്ടെ ഈ സംഭവത്തിന് ശേഷം കാണാനുമില്ല. രമാദേവിയുടെ വീടിനടുത്ത് നിന്ന് ഒരു വാച്ചും ടോർച്ചും ചുടലമുത്തുവിൻ്റെ തോർത്തും പോലീസ് കണ്ടെടുത്തു. രമാദേവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ചുടലമുത്തു നാടുവിട്ടെന്നായിരുന്നു നാട്ടുകാരുടെയും പോലീസിൻ്റെയും നിഗമനം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ചുള്ള യാതൊരു തുമ്പുകളും പോലീസിന് കിട്ടിയില്ല. ജനാർദ്ദനൻ നായരാകട്ടെ കേസന്വേഷണത്തോട് വേണ്ടത്ര താല്പര്യം കാണിച്ചുമില്ല. നായരുടെ ഈ പെരുമാറ്റത്തിൽ നാട്ടുകാർക്കും അയൽക്കാർക്കുമൊക്കെ സംശയം തോന്നി. അതോടെ പഞ്ചായത്ത് അംഗമായ P. ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അങ്ങനെയിരിക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി അവിടെ വന്നു. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ രമാദേവിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നിവേദനം നൽകി. മാത്രമല്ല, പ്രതിയെ കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തുകയും ചെയ്തു. അതോടെ ജനാർദ്ദനൻ നായർ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്നതായിരുന്നു അയാളുടെ ആവശ്യം. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രമാദേവി കൊലക്കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനവും ഏതാണ്ട് നിലച്ചു. ഇതിനിടയിൽ തമിഴ്നാട്ടുകാരനായ ചുടലമുത്തുവിനെ തേടി ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിൽ വരെ അന്വേഷണം നടത്തി. അയാളെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും പോയി അന്വേഷിച്ചെങ്കിലും ചുടലമുത്തുവിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല. പക്ഷേ അയാളോടൊപ്പം വർഷങ്ങളായി താമസിച്ചിരുന്ന സ്ത്രീയെ തെങ്കാശിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. അവരെ ചോദ്യം ചെയ്തപ്പോൾ ചുടലമുത്തുവിന് സംഭവത്തിൽ പങ്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ക്രൈംബ്രാഞ്ചിൻ്റെ വിവിധ യൂണിറ്റുകൾ രമാദേവി കൊലക്കേസിൽ അന്വേഷണം നടത്തി. ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് 2019 ക്രൈംബ്രാഞ്ചിൻ്റെ പത്തനംതിട്ട യൂണിറ്റ് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ രാജ്, സബ് ഇൻസ്പെക്ടർ വിൽസൺ ജോയ്, ASI ഷാനവാസ്, ഷിബു, നൌഷാദ്, അനുരാഗ് മുരളീധരൻ എന്നിവരായിരുന്നു ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ നടത്തിയ അന്വേഷണത്തിൽ കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്ന് കണ്ടെത്തി. അതെ, ആ കൊലയാളി ജനാർദ്ദനൻ നായരായിരുന്നു. ജനാർദ്ദനൻ നായരെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തു. ഒടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. അതെ, ഭാര്യ രമാദേവിയെ കൊന്നത് താനാണ്. ഭാര്യയെ അയാൾക്ക് സംശയമായിരുന്നു. ആ സംശയമായിരുന്നു ഈ അരും കൊലയിലേക്ക് എത്തിയത്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ജനാർദ്ദനൻ നായരാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നത്. മരിച്ചുകിടന്ന രമാദേവിയുടെ ചുരുട്ടിപ്പിടിച്ച കൈകളിൽ 40 മുടിനാരുകളുണ്ടായിരുന്നു. വലതുകൈയിൽ 36, ഇടതുകൈയിൽ 4. ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ മുടിനാരുകൾ ജനാർദ്ദനൻ നായരുടേതാണെന്ന് കണ്ടെത്തിയത്. രമാദേവിയെ കൊലപ്പെടുത്തിയ കത്തി വീട്ടുമുറ്റത്തുള്ള കിണറ്റിൽ നിന്ന് കണ്ടെത്തി. കിണർ വറ്റിച്ചതിനു ശേഷമാണ് കത്തി കണ്ടെത്തിയത്. അതിൽ രക്തക്കറ ഉണ്ടായിരുന്നു. താമസിയാതെ ജനാർദ്ദനൻ നായരെ അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയ അയാളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയച്ചു. 2023 ജൂലൈ 11 സംഭവം നടന്ന് 16 വർഷങ്ങൾക്കു ശേഷം പ്രതിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ജനാർദ്ദനൻ നായരുടെ കയ്യിൽ കയ്യാമം വയ്ക്കുമ്പോൾ നാട്ടുകാരിൽ പലരും ഞെട്ടിയില്ല. കാരണം രമാദേവിയെ കൊലപ്പെടുത്തിയത് ജനാർദ്ദനൻ നായരാണെന്നുള്ള സംശയം അവരിൽ പലർക്കും ഉണ്ടായിരുന്നു. ജനാർദ്ദനൻ നായർക്കും രമാദേവിക്കും 2 മക്കളാണ് ഉണ്ടായിരുന്നത്.
അവരാകട്ടെ വിവാഹം കഴിഞ്ഞ് മറ്റിടങ്ങളിലാണ് താമസിച്ചിരുന്നത്. കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കൊലപാതകം നടന്ന വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. എന്നാൽ 2018 അയാൾ ആ വീടും പുരയിടവും വിറ്റ് ആറന്മുളയിൽ സ്ഥലം വാങ്ങി പുതിയൊരു വീട് വെച്ചു. അവിടെ അയാൾ തനിച്ചാണ് താമസിച്ചിരുന്നത്. അങ്ങനെ താമസിച്ചു വരുമ്പോഴാണ് രമാദേവി കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. കൊല നടത്തിയത് ചുടലമുത്തുവാണെന്ന് വരുത്തി തീർക്കാൻ ജനാർദ്ദനൻ നായർ പല ശ്രമങ്ങളും നടത്തി. കേസന്വേഷണത്തിനായി തമിഴ്നാട്ടിലേക്ക് പോയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വാഹനവും പണവും നൽകിയെന്നും പറയപ്പെടുന്നു. തൻ്റെ ഭാര്യയുടെ കൊലയാളിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് 17 വർഷക്കാലത്തോളം നിയമ പോരാട്ടം നടത്തിയ ഭർത്താവ് തന്നെ ആ കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട അപൂർവ കാഴ്ചയ്ക്ക് അന്ന് പുല്ലാട് ഗ്രാമം സാക്ഷ്യം വഹിച്ചു. കേരളത്തിലെ കൊലക്കേസുകളുടെ ചരിത്രത്തിൽ രമാദേവി കൊലക്കേസ് വേറിട്ട ഒന്നായി രേഖപ്പെടുത്തും.